നമസ്തേ ഹരിശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം അർത്ഥസഹിതം സമ്പൂർണമായിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീ ലളിതാ സഹസ്രനാമം ജപത്തിൽ നമുക്ക് ചില ശ്ലോകങ്ങൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ ആ തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് പിന്നീട് അത് ആവർത്തിക്കാതെ ജപിക്കുക. ഓം ശ്രീമാത എന്ന് തുടങ്ങി നാമങ്ങളിൽ ദേവിയുടെ കേശാദിപാദ വർണ്ണനയിൽ ദേവിയുടെ ഓരോ ഭാഗങ്ങളും വർണ്ണിക്കുന്നുണ്ട്. അതിൽ 18 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ബുക്കിലൊരു ശ്ലോകമുണ്ട്. ഗൂഢഗുൽഫ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത എന്നാണത്. അവിടെ ഗൂഢഗുൽഫ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത അങ്ങനെ ജപിക്കരുത്. അവിടെ മുറിക്കേണ്ടതില്ല. ഗൂഢഗുൽഫ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രപദാന്യുത അങ്ങനെയാണ് ജപിക്കേണ്ടത്. കാരണം ഗൂഢഗുൽഫ എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കപ്പെട്ട, അതായത് ദേവിയുടെ പാദത്തിൻ്റെ അവിടെയുള്ള നെരിയാണി ആ ഭാഗമാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ ഉന്തി നിൽക്കാതെ അത് ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതായത് മാംസളമായ ഭാഗം എന്നാണ് പറയുന്നത്. കൂർമ്മപൃഷ്ടം എന്ന് പറയുന്നത് ചെറിയൊരു ആമയുടെ പുറന്തോടിനെയാണ് പറയുന്നത്. ചെറിയ കുട്ടികളുടെ കാല് ശ്രദ്ധിച്ചാൽ അറിയാം, നടുഭാഗം ഉയർന്ന് അങ്ങനെ ഒരു ഭംഗിയുള്ള കാൽപാദങ്ങളായിരിക്കും. ദേവിയുടെ കാൽപാദങ്ങൾ കൂർമ്മപൃഷ്ടത്തെ ജയിക്കുന്ന അതിലേറെ ഭംഗിയുള്ള കാൽപാദങ്ങളാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവിടെ ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ജയിക്കുക എന്നുള്ള അർത്ഥം വരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തത് 34-ാമത്തെ ശ്ലോകം. ഹരനേത്രാഗ്നി സന്തഗ്ന കാമസഞ്ജീവന ഔഷധി. ഈ ശ്ലോകം ഹരനേത്രാഗ്നി സന്തഗ്ധ അവിടെ മുറിക്കാതെ ചേർത്ത് ചൊല്ലേണ്ട ഒരു നാമമാണ്. അവിടെ മുറിച്ചു ചൊല്ലുമ്പോൾ മഹാദേവൻ്റെ നേത്രങ്ങളിൽ നിന്ന് വന്ന അഗ്നിയിൽ ദേവി വെന്തു ഭസ്മമായി എന്നാണ് വരിക. അത് ചേർത്ത് ചൊല്ലുമ്പോഴാണ് കാമദേവൻ ഭസ്മമായി പോയി. കാമദേവനെ പുനരുജ്ജീവിച്ചത് ദേവിയാണ്, അതാണ് അവിടെ അർത്ഥം. അടുത്തത് വരുന്നത് 51-ാമത്തെ ശ്ലോകമായിട്ടാണ്. ദുഷ്ടദൂര ദുരാചാരശമനി ദോഷവർജിത അങ്ങനെയാണ്. അവിടെ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത അങ്ങനെ ജപിക്കരുത്. ദുഷ്ടദൂര ദുരാചാര ശമനി എന്ന് ചേർത്ത് ചൊല്ലുക. അടുത്തത് 79 എന്ന നമ്പർ ഇട്ട അവിടെ താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക. ഈ ശ്ലോകം അവിടെ ചേർത്ത് ചൊല്ലേണ്ടതാണ്. അടുത്തത് 159 എന്ന നമ്പർ കൊടുത്ത അവിടെ വരുന്ന ശ്ലോകം ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി. അവിടെ ചേർത്ത് ചൊല്ലേണ്ട നാമമാണ്. അതായത് ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി അങ്ങനെ ജപിക്കരുത്. ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി അങ്ങനെ ജപിക്കണം. അടുത്തത് 164 നമ്പർ കൊടുത്ത അവിടെ വരുന്ന ശ്ലോകം സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. അവിടെ സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത അങ്ങനെ ജപിക്കാൻ പാടില്ല. സംസാരപങ്കം എന്ന് പറയുന്നത് ഈ സംസാര ജീവിതം, നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി, അഴുക്കു നിറഞ്ഞ ഒരു ജീവിതം. അതിൽ നിന്നും സമുദ്ധരിക്കുകയാണ് ദേവി നമ്മളെ. അതുകൊണ്ടവിടെ
സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത എന്ന് ചേർത്ത് ജപിക്കണം. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർ ഈ തെറ്റുകൾ വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ ലളിതാ സഹസ്രനാമം അക്ഷരസ്ഫുടത ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങുക. എല്ലാവരും കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉയർന്ന സഹസ്രാര പത്മം വരെ എത്തി അമൃതമഴ പൊഴിയട്ടെ, അറിവിൻ്റെ അമൃതമഴ ദേവി വർഷിക്കട്ടെ എല്ലാവരിലും എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലളിതാംബികായൈ നമഃ. ഓം ഭൂർഭുവസ്സുഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. നമസ്തേ ഹരിശരണം.